കൽബ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങൾ അജ്മാൻ എന്നാ കൽബയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ ഓഫ് എന്താ രസമില്ലല്ലോ. കോർഫക്കാൻ വരുന്ന പോവാണ്. അപ്പൊ കൽബയിലേക്ക് പോവാണ്. അങ്ങോട്ട് ഹാങ്ങിങ് ഗാർഡനിലേക്ക് ഞങ്ങളിപ്പോ പോയിട്ടില്ലേ, അതാണ് അപ്പൊ സംഭവം. എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ. ഹായ് ഗൈസ്, നമ്മളിന്ന് ഖൽബയിലെ ഹാങ്ങിങ് ഗാർഡനിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ അജ്മാനിൽ നിന്നാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഇവിടുന്ന് ഒരു 1.30 hours ആയിരിക്കും ഉള്ളത്. എത്ര കിലോമീറ്റർ ആവുച്ചായ ഇവിടുന്ന്? 118 kilometers ആണ് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒന്ന് പോയി നോക്കാം. അടുത്ത കാഴ്ചകളൊക്കെ ചെന്ന് കഴിയുമ്പോൾ കാണിക്കാം. ഓക്കെ, നാഷണൽ ഡേ ആണ്. അപ്പോൾ 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഓക്കെ, ഇതൊരു ഡേറ്റ് ഫാമാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച നിങ്ങളോട് കാണിക്കാന്ന് വെച്ചു. ഇവളെ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്താവും എന്നറിയില്ല. ഇവളുടെ പേരാണ് കെൻസി. കെൻസി കുട്ടി, കെൻസി ജീസ്. കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങ് റോഡിൻ്റെ സൈഡിലായിട്ട് ബ്രൗൺ കളറിലുള്ള മൗണ്ടെയ്ൻസ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഫുൾ പച്ചപ്പും കാടും മരങ്ങളൊക്കെ നിറഞ്ഞ മൗണ്ടെയ്ൻസേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. ദുബായ് പോലുള്ളൊരു സ്ഥലത്ത് കൂടുതലും നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ സിറ്റി ലൈഫൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും പോയിരിക്കുന്നത്. അങ്ങനെ പോയി മടുത്തവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഹത്ത റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. ദുബായിലെ തിരക്കുകളും ബഹളങ്ങളൊക്കെ മാറ്റി നിർത്തി കുറച്ചുകൂടെ മനസ്സ് പീസ്ഫുള്ളാക്കാനായിട്ടും ഈ ട്രിപ്പ് നമ്മളെ സഹായിക്കും. കെൻസി ഫുൾ കളിയിലായിരുന്നു. ഇപ്പോഴാണ് അടങ്ങിയിരുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ പാർക്കും അതുപോലെ തന്നെ ലേക്കും എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് സ്ഥലമാണിത്, കുട്ടികളെ പോലെ തന്നെ വലിയവർക്കും. ഞങ്ങൾ 3 ആളും ഈ ട്രിപ്പും ഈ കാഴ്ചകളും ഒക്കെ നല്ലോണം എൻജോയ് ചെയ്തു. ഇതാണ് ഹാങ്ങിങ് ഗാർഡൻ്റെ നൈറ്റ് വ്യൂ. ഡേ വ്യൂ നല്ല ഭംഗിയുണ്ട്, എന്നാലും അതിലും കൂടുതൽ ഭംഗി എനിക്ക് തോന്നിയത് ഈ നൈറ്റ് വ്യൂലാണ്. ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാൻ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഖൽബയിലുള്ള ഹാങ് ഗാർഡനിലേക്ക് ഒന്ന് വരണം. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് തന്നെ ഞാൻ പറയും. ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആണ്, അതുപോലെ ഭയങ്കര പീസ്ഫുള്ളും ആണ്. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.